ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ എന്നുള്ളത് മലപ്പുറം ജില്ലയിൽ മിനി ഊട്ടിയിലാണ് ഉള്ളത്. അപ്പോൾ വേങ്ങരയിലാണ് ഈ സ്ഥലം ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ കൊണ്ടോട്ടിന് വരുന്നവർക്ക് അവിടുന്ന് 12 കിലോമീറ്റർ മാത്രം ദൂരമുള്ള കേരളത്തിൻ്റെ അഭിമാനമായ മിനി ഊട്ടിയിലാണ് ഇന്ന് ഞാൻ. അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടുനോക്കി കേട്ടോ. ഒന്ന് കയറി വരുന്ന വഴിക്ക് തന്നെ ഒരു കോറിയാണ് കേട്ടോ. മലയുടെ ഏറ്റവും മണ്ടയിൽ ഒരു കോറി വർക്ക് ചെയ്യുന്നത് കണ്ട് അങ്ങോട്ട് വണ്ടി ഇറങ്ങണതും ഒക്കെ വളരെ റിസ്ക്കായിട്ട് അതൊരു അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടോ. അങ്ങനെ നമ്മൾ മിനി ഊട്ടിയിൽ എത്തിയിരിക്കുകയാണ്. മിനി ഊട്ടിയിലൂടെ പാർക്കിംഗ് ചെയ്യാനൊക്കെ സൗകര്യങ്ങളുണ്ട്. അങ്ങനെ മെയിൻ എൻട്രൻസിൽ കയറി ആദ്യം നമുക്ക് ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് ചാർജ് 20 രൂപയാണ്. 20 രൂപക്കുള്ള മുതലൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഗ്ലാസ് ബ്രിഡ്ജാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. അവിടെ കയറണമെങ്കിൽ 100 രൂപ ടിക്കറ്റ് എടുക്കണം. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതിനൊക്കെ സെപ്പറേറ്റ് ടിക്കറ്റ് ചാർജ് ഉണ്ട്. ഇവിടുന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ വളരെയധികം സന്തോഷം നിറഞ്ഞൊരു നിമിഷത്തിലാണ് കേട്ടോ. എന്താ വെച്ചാൽ നമ്മളെ അഭിമാനമായ തെങ്ങുംപറമ്പ് തന്നെയാണ് മൊത്തം കാണുക. വേറെ എവിടെയെങ്കിലുമൊക്കെ പോയാൽ നമുക്ക് കാണാൻ സാധിക്കുക തേയിലത്തോട്ടങ്ങളും ഏലക്കായ തോട്ടങ്ങളും കാടുകളൊക്കെ അല്ലേ. ഇവിടെ ഒരു തെങ്ങിൻ്റെ കാട് തന്നെ നിർമ്മിച്ച് വെച്ച പോലത്തെ ഒരു ഫീലാണ് ഇതിന് മേലെ കയറിയപ്പോൾ ഉള്ളത്. വളരെ ഭംഗിയുണ്ട്, വളരെ സന്തോഷം തോന്നി. ഫുള്ള് തെങ്ങും പറമ്പ് ഇങ്ങനെ കാണുമ്പോൾ. വെറും ഒരു മലപ്രദേശമായിരുന്ന സ്ഥലത്ത് ഇങ്ങനെ പടുത്ത കാലത്താണ് സെറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ വളരെയധികം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ വന്ന അന്ന് വളരെയധികം തിരക്കുള്ള സമയമായിരുന്നു. തിരക്കില്ലാത്ത സമയത്ത് വരലാണ് ഏറ്റവും നല്ലത്. എന്നാലും നമുക്കിത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഉച്ച സമയത്തൊന്നും വരാണ്ടിരിക്കുക. ഏറ്റവും ബെറ്റർ വരാൻ പറ്റിയ സമയം രാവിലും വൈകിട്ടാണ് ഇവിടെ. ഈ കാണുന്ന സ്ഥലം അടിവശമാണ് കേട്ടോ. അടിവശത്ത് ഇങ്ങനെ വന്നിരിക്കാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ചൂട് കാരണം ആരും ഇരിക്കുന്നില്ല. കണ്ടില്ല, ഇവിടെ നിന്നുള്ള ഒരു വ്യൂ പോയിൻ്റ് ഗ്ലാസ് ബ്രിഡ്ജാണ് ആ കാണുന്നത്. നമുക്ക് കയറി നോക്കാം. നല്ല കാറ്റുണ്ട് കേട്ടോ. നല്ല കാറ്റുള്ളതുകൊണ്ട് തന്നെ വോയിസ് ക്ലിയർ ആവില്ല. അതുകൊണ്ടാണ് വോയിസ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു കുട്ടികളെ ഏരിയ കേട്ടോ. കുട്ടികൾക്ക് ഇഷ്ടം പോലെ കളിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെയൊക്കെ സെപ്പറേറ്റ് പൈസ എടുക്കണം ടിക്കറ്റ്. 20 രൂപയിൽ ഇത് ഉൾപ്പെടുന്നതല്ല. ഞാനും അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മേലെ കയറി. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മേലെ കയറിയപ്പോൾ നമുക്ക് വിചാരിച്ച പോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞില്ല, വളരെയധികം തിരക്കുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ തിരക്കില്ലാത്ത സമയത്ത് വരികയാണെങ്കിലാണ് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മേലെ കയറിയാലൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഒരുപാട് ആൾക്കാർ ഫോട്ടോസ് എടുക്കണ്, ഇൻസ്റ്റാഗ്രാമിലിടാൻ വേണ്ടി വീഡിയോ എടുക്കണം. അങ്ങനെ നല്ല തിരക്കാണ്. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മേലെ കയറി എല്ലാവരുടെ കയ്യിലും ഫോൺ എടുത്തിട്ട് ഷൂട്ട് ചെയ്യലാണ് പണി. ഗ്ലാസ് ബ്രിഡ്ജിനുള്ളൊരു കാഴ്ചന് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് അടിവശമാണ്. അടിവശത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും പേടിയാവും. നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല, നല്ല തിരക്കുള്ളതുകൊണ്ടും. അതുപോലെ തന്നെ നല്ല വെയിലും ഉണ്ട്.
അതുപോലെ തന്നെ ഒരു സൈഡിലായിട്ട് പുറമെ ഒന്ന് വ്യത്യസ്തമായുള്ള തറകളാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് എന്തായാലും തറ കാണാൻ. അതിമൊന്നിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഉച്ച സമയത്ത് വന്നോളൊന്നും ഇരിക്കാൻ പറ്റില്ല. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഉച്ച സമയത്ത് വരാണ്ടിരിക്കലാണ് ഏറ്റവും നല്ലത്. ഞാൻ അനുഭവിച്ചുകൊണ്ടാണ് ഈ പറയാൻ കാരണം. നല്ല വെയിൽ കിട്ടിയ, അതും മഴക്കാല സമയത്തുള്ള ചൂട് വളരെയധികം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഉച്ച സമയത്തുള്ള മാക്സിമം ഒഴിവാക്കാൻ ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ ഇവിടെ ആരും ഇരിക്കാത്തതും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവർക്കും അയച്ചു കൊടുക്കട്ടെ, ഒന്ന് സപ്പോർട്ട് ചെയ്യുക.